വഹുമുൽ അക്സറൂൻ, മനുഷ്യരിലെ ബഹുഭൂരിഭാഗവും അത്തരക്കാരായിരിക്കും. ഖലഖൂ അമലൻ സ്വാലിഹൻ വആഖറ സയ്യിആ, കുറേ സൽക്കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, കുറേ തെറ്റായ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ അതിൽ പെട്ടുപോകുമോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഇപ്പൊ തറാവിയൊക്കെ നിസ്കരിച്ചിട്ടാ വന്നത്, നല്ല കാര്യം തന്നെയാ. പക്ഷെ അങ്ങോട്ട് വരുമ്പോൾ ചെറിയൊരു ഗീബത്തും പറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പം വഅള് കേൾക്കുക നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഹറാമിലേക്ക് നോക്കി പോകും. ഒരു സിനിമാ പോസ്റ്റർ അനാവശ്യമായി വികാരത്തോടുകൂടി വെറുതെ തോന്നിവാസ ചിന്തയോടുകൂടി നോക്കിയാൽ തെറ്റല്ലേ? ഇങ്ങനെ ഹറാം ഒന്ന് വരുമ്പം സുന്നത്തൊന്ന് വരും, സുന്നത്തൊന്ന് വരുമ്പോൾ ഒരു ഫർള് വരും, പിന്നെ ഒരു വലിയ കുറ്റം വരും. അങ്ങനെ കുറെ ആളുകൾ ഖലഖൂ അമലൻ സ്വാലിഹൻ വആഖറ സയ്യിആ, കുറെ നല്ലതും ചെയ്യും കുറെ ചീത്തയും ചെയ്യും. അങ്ങനത്തെ ആളുകൾ വഅന്നൽ ഗാലിബ ഹസനാതുഹും ഔ സയ്യിആതുഹും, അവർക്ക് ഒന്നുകിൽ മുന്നിട്ട് നിൽക്കുന്നത് നന്മയായിരിക്കും അല്ലെങ്കിൽ തിന്മയായിരിക്കും. ഏതാണെന്ന് പറയാനായിട്ടില്ല, രണ്ടും അവരുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ വയഅബല്ലാഹു അൻ യുഅരിഫഹും ദാലിക, അത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നാണ് അല്ലാഹുവിന്റെ തീരുമാനം. നന്മയാണടാ മുന്നിൽ, അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു, പോ സ്വർഗത്തിലേക്ക്. അല്ല തിന്മയാണ് കൂടുതൽ, ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള സംവിധാനമാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതിനാണ് അൽ മീസാൻ, നന്മ തിന്മയെ തൂക്കുന്ന തുലാസിനെ അല്ലാഹു തആല സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം അടിസ്ഥാനപരമായിട്ടുണ്ട്, ആർക്കും അവരവരുടെ ഇബാദത്ത് കൊണ്ടൊന്നും രക്ഷപ്പെടാൻ ഒക്കെയില്ല. പിന്നെ വിലയിരുത്തുന്നത് എങ്ങനെയാ? അള്ളാഹുവിന്റെ ഔദാര്യമായ റഹ്മത്ത് കൊണ്ട് കണക്ക് കൂട്ടിയിട്ട് ആ വലിയ വാല്യുവേഷൻ, അള്ളാഹുവിന്റെ വളരെയധികം ലഘുവായ വളരെയധികം ലളിതമായ വാല്യുവേഷൻ, അള്ളാഹുവിന്റെ കണക്കെടുപ്പ് അങ്ങനെയാണ്. അതില്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മനുഷ്യന്മാരെ പൊതിഞ്ഞ് കെട്ടിയാലല്ലാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടല്ലാതെ ആർക്കും പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ശഫീഉനാ റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിക്കുന്നു, വലാ അൻത യാ റസൂലല്ലാഹ്, തങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നബിയേ? അള്ളാന്റെ ഔദാര്യം കൂടാതെ അവരവർ ചെയ്ത ഇബാദത്ത് കൊണ്ട് രക്ഷപ്പെടാൻ പുന്നാര നബിയെ അവിടത്തേക്ക് കഴിയില്ലേ? വലം തുസുന്നത മൻ അഹിയല്ലലാമയില അനിസ്തഖത ഖദമാഹു മിൻ വറമി, അന്തിപ്പാതിരാവിൽ നിസ്കരിച്ച് നിസ്കരിച്ച് നിന്നിട്ട് നീര് ബാധിക്കാൻ മാത്രം സാഹസപ്പെട്ട പുന്നാര നബിയെ, അവിടുന്ന് അള്ളാന്റെ ഔദാര്യം കൂടാതെ ചെയ്ത കർമ്മത്തിന്റെ പൗറ് കൊണ്ട് സ്വർഗത്ത് കടക്കൂലേ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ള പറയുകയാണ്, ലാ വല്ലാഹ്, പടച്ചവനാണേ സത്യം, എനിക്കും അള്ളാഹുവിന്റെ ഔദാര്യമില്ലാതെ എന്റെ ഇബാദത്ത് കൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. ഇല്ലാ അയ്യതഅമ്മദനില്ലാഹു ബിറഹ്മതി, അള്ളാഹുവിന്റെ റഹ്മത്ത് എന്നെ ആവരണം ചെയ്ത് പൊതിഞ്ഞാലല്ലാതെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. എപ്പോഴും നമ്മൾ ചോദിക്കണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ റഹ്മതിക, അല്ലാഹുവേ നിന്റെ ഔദാര്യം ഞങ്ങൾക്ക് തരണം, നിന്റെ കാരുണ്യ കടാക്ഷം വേണം എന്നല്ലാതെ ചെയ്തതിനനുസരിച്ച് ചോദിക്കാൻ മെനക്കെട്ടാൽ ആര് ചെയ്യുന്നു ഹബീബേ? ഇതിനു വേണ്ടി ഒരു സംഭവം റസൂലുള്ള നമുക്ക് പറഞ്ഞു തരികയാണ്. ഒരു കഥ. ഇസ്രായേലിൽപ്പെട്ട പഴയകാലത്ത് ജീവിച്ച ഒരു മനുഷ്യൻ, അരമണിക്കൂർ പറയേണ്ടത് 5 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ടാണ് പറയുന്നത്. കാരണം അത്രയും വിഷയം നമ്മുടെ മുമ്പിൽ കിടക്കുകയാ. റസൂലുള്ളാഹി പറയുന്നു, എന്റെ കൂടെ വരണം. പഴയകാലത്ത് ജീവിച്ച ഒരു മനുഷ്യൻ, ഒരു കറാഹത്ത് പോലും അദ്ദേഹം അറിവിൽ ചെയ്തില്ല. പരമപരിശുദ്ധമായ സൂക്ഷ്മ ജീവിതം. ഒരു വേള അയാൾക്ക് തോന്നി ഇനിയും ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യം വേണം. അങ്ങനെ ഒരു ദിവസം കപ്പലിൽ കയറി യാത്രയാകുന്നു. ആളുകളില്ലാത്ത വിജനമായ ഒരു ദ്വീപിൽ ചെന്ന് പെടുന്നു. ആ ദ്വീപിൽ നല്ലപോലെ ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട്. ആ ദ്വീപിൽ അദ്ദേഹം ഒറ്റയ്ക്കേ ഉള്ളൂ. ഗൈബത്ത് പറയില്ല, കാരണം ഗൈബത്ത് പറയാൻ കേൾക്കാൻ വേറെ മനുഷ്യന്മാര് വേണ്ടേ? ഹറാമ് നോക്കൂല, അതിന് വേറെ എന്തെങ്കിലും ഹറാമിന്റെ സ്വഭാവം വേണ്ടേ? അങ്ങനെ ഒരു ദ്വീപിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക്, സ്വാലിഹായ മനുഷ്യൻ. അയാളുടെ ബാക്ക്ഗ്രൗണ്ട് പരമപരിശുദ്ധമാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇസ്രായേലിൽപ്പെട്ട ആ സ്വാലിഹായ മനുഷ്യൻ ആ വിജനമായ ദ്വീപിൽ ഒരു പ്രത്യേകമായ ഗുഹയുണ്ട്. ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു ഗുഹ. അവിടെ ഇരുന്ന് മുസല്ല വെച്ച് നിസ്കരിക്കാൻ തുടങ്ങി. അവിടെ വെച്ച് നിസ്കാരം, നോമ്പ് വിക്ർ, ഇബാദത്ത് തന്നെ. ഇടക്കിടക്ക് പുറത്തേക്കിറങ്ങും. ആ ദ്വീപിൽ അള്ളാഹു നൽകിയ ശുദ്ധമായ സ്വച്ഛന്തമായ വെള്ളം കുടിക്കും. അവിടെയുള്ള മരങ്ങളിൽ നിന്ന് നല്ല നല്ല പഴങ്ങളും കായ്കളും ഒക്കെ പറിച്ചു തിന്നും. അങ്ങനെ പരമപരിശുദ്ധമായ ജീവിതം. കുറെ കാലം ഇബാദത്തെടുത്തപ്പം അദ്ദേഹത്തിന് ഒരു മോഹം, പടച്ചവനെ, നെഗറ്റീവ് ഒന്നുമില്ലാത്ത എന്റെ ജീവിതം മുഴുവൻ പോസിറ്റീവാണ്, മുഴുവൻ എനിക്ക് അനുകൂലമാണ്. അതുകൊണ്ട് ഞാൻ സുജൂദിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് നീ എന്നെ മരിപ്പിക്കണം റബ്ബേ. ആ സുജൂദിലായിക്കൊണ്ട് എന്റെ ശരീരത്തെ ഖിയാമത്ത് നാൾ വരെ നീ പരിരക്ഷിക്കണം റബ്ബേ. സുജൂദ് ചെയ്തുകൊണ്ട് തന്നെ പരലോകത്തേക്ക് നീ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കണം റബ്ബേ. അല്ലാഹു തആല ദുആ സ്വീകരിക്കുന്നു. അദ്ദേഹം സുജൂദിൽ മരിക്കുന്നു, സുജൂദിൽ തന്നെ കിടക്കുന്നു. അന്ത്യനാൾ വരെ അദ്ദേഹത്തിന്റെ പരിശുദ്ധമായ ശരീരത്തെ അല്ലാഹു സംരക്ഷിക്കുന്നു. ഭൂമിയുടെ ഏതോ കോണിൽ
റോഡിൽ, ഏതോ മനുഷ്യർ കയറി പറ്റാത്ത ദ്വീപിൽ, ഇനി മനുഷ്യർ കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ മനുഷ്യർക്ക് അടക്കപ്പെട്ട ഏതോ ദ്വീപിൽ ഇന്നും ആ സ്വാലിഹായ മനുഷ്യൻ കിടക്കുന്നുണ്ടാകും, മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ പരലോകത്ത് അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കപ്പെട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് വരികയാണ്. സ്വാലിഹായ മനുഷ്യനാണ്, ഒരു കറാഹത്ത് പോലും ചിന്തിക്കാത്ത ചെയ്യാത്ത മനുഷ്യനാണ്. അവിടെ വെച്ച് അള്ളാഹു അവന്റെ വിചാരണക്ക് എടുക്കുകയാ. അവനെ വിളിക്കുന്നു, അവന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുന്നു. മലക്കുകളെ, എന്റെ ഈ അടിമ നല്ലവനാണ്, അതുകൊണ്ട് എന്റെ ഔദാര്യം കൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ സ്വർഗത്തിൽ കടത്തുവീൻ. അള്ളാഹുവിന്റെ വിളിയാളം. എന്റെ റഹ്മത്ത് കൊണ്ട്, എന്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ ഈ അടിമയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവീൻ. അപ്പോഴീ അടിമക്കൊരു തോന്നൽ, അല്ലാഹ് യാ റബ്ബ് യാ റബ്ബ് ബിറഹ്മതിക്. എന്തിനാ റബ്ബേ, നിന്റെ റഹ്മത്ത് കൊണ്ട് വേണോ എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ? എന്റെ ഇബാദത്ത് കൊണ്ട് കടത്തിക്കൂടെ? നല്ല പൈസ ഒക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ പൈസ തന്നിട്ടൊന്നുമല്ല, ഞാൻ എന്റെ സ്നേഹം കൊണ്ട് തരാന്ന് പറഞ്ഞാൽ നമുക്ക് ചൂടാവൂലേ? സ്വാഭാവികമായും ചൂടാവും. എന്റെ പൈസ കൊണ്ടൊന്നുമല്ലടോ, ഞാൻ എനിക്ക് സ്നേഹമായിട്ട് തരിക. ഈ മനുഷ്യന് ചൂടായി. ഈ മനുഷ്യൻ അള്ളാഹിനോട് പറയാ, പടച്ചവനെ നിന്റെ റഹ്മത്ത് കൊണ്ട് കടക്കണോ? ഹറാം ഒന്നും ചെയ്യാത്ത പരമപരിശുദ്ധ ജീവിതം നയിച്ച് സുജൂദിൽ ജീവിച്ച് സുജൂദിൽ മരിച്ച് സുജൂദിൽ തന്നെ വന്ന ഞാൻ ഇനി എന്റെ ഇബാദത്ത് കൊണ്ട് കടന്നുകൂടെ? അപ്പോഴല്ലാഹു പറയും, വെറുതെ വേണ്ടാത്തരം പറയണ്ട, മര്യാദക്ക് നിന്നോ. മലക്കുകളെ, എന്റെ റഹ്മത്ത് കൊണ്ട് മാത്രം ആ സാധുവിനെ നിങ്ങൾ സ്വർഗത്തേക്ക് കടത്തുമെന്ന്. ഇയാള് പിന്നെയും ചോദിക്കുന്ന പടച്ചവനോട്, പടച്ചവനെ എന്തിനാ എന്റെ റഹ്മത്ത് കൊണ്ട് വേണോ എന്റെ ഇബാദത്ത് കൊണ്ട് കടത്തിക്കൂടെ? 3 പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഗൗരവമായ കൽപ്പന. ശരി മലക്കുകളെ, ഈ അടിമയ്ക്ക് ഞാൻ അങ്ങോട്ട് ചെയ്തു കൊടുത്തതൊക്കെ നിങ്ങൾ മാർക്ക് കൊടുക്കണം. അവൻ ഇങ്ങോട്ട് എനിക്ക് ഇബാദത്തായി ചെയ്ത ശുക്രിനും നിങ്ങൾ മാർക്ക് കൊടുക്കണം. നല്ല പോലെ മാർക്ക് കൊടുത്തോ. അവൻ ഇങ്ങോട്ട് ചെയ്ത ഇബാദത്തിന് അവന് അങ്ങോട്ട് പ്രതിഫലം കൊടുക്കാം. അവന് ഞാൻ അങ്ങോട്ട് ചെയ്തു കൊടുത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതിനും നിങ്ങൾ വിലയിടണം, വില നിശ്ചയിക്കണം. മലായികത്തുൽ കിറാം ഉടനെ തന്നെ കണക്കെടുക്കുന്നു. അവൻ അല്ലാഹു കൊടുത്തത് എന്തൊക്കെയാണ്? അലം നജഅൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. കണ്ണ് ലഭിച്ചു, കാത് ലഭിച്ചു, മൂക്ക് ലഭിച്ചു, ഓക്സിജൻ കഴിക്കാനുള്ള മൂക്ക് തന്നു, വായു തന്നു, സംസാരിക്കാൻ കടിക്കാൻ പല്ല് തന്നു, സംസാരിക്കാൻ ചുണ്ട് തന്നു, നല്ല സുന്ദരമായ താടിയില് തന്നു, അടിക്കാനും ഇടിക്കാനും കൈകൾ തന്നു, നടക്കാൻ കാല് തന്നു. അവയവങ്ങൾ ഓരോന്നോരോന്ന് നമുക്ക് തന്നതിന്റെ ഓരോ കണക്കുകളെങ്ങാനും ഇതിന്റെ ഒരു ചാർട്ട് പരിശോധിക്കപ്പെട്ടാൽ സുബ്ഹാനല്ലാഹ്, മലക്കുകൾ മുഴുവൻ ഇങ്ങോട്ട് വിലയിരുത്തിയിട്ട് സമർപ്പിച്ചു ഫയൽ. അല്ലാഹുവേ, നിന്റെ ആ അടിമയില്ലേ, അയാളുടെ കണക്കുകളൊക്കെ ഞങ്ങൾ പരിശോധിച്ചു. അദ്ദേഹം ഇങ്ങോട്ട് തന്ന ഇബാദത്തുകൾക്കൊക്കെ പരമാവധി ഞങ്ങൾ മാർക്ക് കൊടുത്തു. നീ അല്ലാഹുവേ, അവന് നീ അങ്ങോട്ട് കൊടുത്തിട്ടുള്ള സൗകര്യങ്ങളുണ്ടല്ലോ, അതിനും ഞങ്ങൾ വിലയിരുത്തിയപ്പോൾ ആ മനുഷ്യന്റെ ജീവിതം ജന്മം മുതൽ മരണം വരെ നീ 2 കണ്ണ് കൊടുത്തിട്ടുണ്ടല്ലോ. ആ കണ്ണ് ഉറങ്ങുമ്പോഴും അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു, ഉണർന്നപ്പോഴും അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു. 24 മണിക്കൂറും അദ്ദേഹം കണ്ണ് എന്ന നിയമത്തിനെ ഉപയോഗപ്പെടുത്തിയതിന് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിലെ മുഴുവൻ ഇബാദത്തും തികഞ്ഞിട്ടില്ല. ബാക്കി നിയമത്തുകളൊക്കെ ബാക്കി കിടക്കുകയാണ്, അതിനൊന്നും ശുക്ർ അയാൾ തന്നിട്ടില്ല എന്ന് മലക്കുകളുടെ കണക്കങ്ങോട്ട് പറയുമ്പോൾ അള്ളാഹു പറയും, മനുഷ്യ ഇതാണ് നിന്റെ കണക്ക്, അതുകൊണ്ട് നീ ചെയ്തത് പ്രകാരം നീ നരകത്തിലേക്കാണ് പോകേണ്ടതെന്ന് പറയുമ്പോഴാണ് സോറി എക്സ്ക്യൂസ് മീ, പടച്ചവനെ കാക്കണം, തെറ്റുപറ്റിപ്പോയതാ, ഞാൻ ഒന്ന് ചോദിച്ചു പോയതാ. അള്ളാഹു താല ഇത് കേൾക്കുമ്പോൾ പറയും, മേലിൽ ഇജാതി വർത്താനം പറയരുത്. ശരി, എന്റെ ഈ അടിമയെ എന്റെ റഹ്മത്ത് കൊണ്ട് മാത്രം നിങ്ങൾ സ്വർഗത്തിലേക്ക് കടത്തുവീൻ. അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് നമ്മളെ സഹായിക്കട്ടെ. അവന്റെ ഔദാര്യം ഇല്ലാതെ നമുക്ക് എവിടെ നിന്ന് കിട്ടാനാ? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖവാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുൽ ദംബിൽ അളീം. അല്ലാഹുവേ, സ്വർഗ്ഗം വാങ്ങാനുള്ള അർഹത എന്നിലില്ല, അതിന് മാത്രമുള്ള യാതൊരു ഇബാദത്തും എന്റെ കയ്യിലില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, വലാ ഖവാ അലാ നാരിൽ ജഹീമി, ജഹീം എന്ന നരകാഗ്നിയെ തടുക്കാനുള്ള കെൽപ്പും എനിക്കില്ല പടച്ചവനെ. അതുകൊണ്ട് ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി, എന്റെ ദോഷങ്ങളെ പുറത്ത് മാപ്പാക്കി എന്റെ പശ്ചാത്താപത്തെ കേട്ട് തൗബ സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിൽ കടത്തി തരണം പടച്ചവരെ ഔദാര്യമായി. അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് കടാക്ഷിക്കുമാറാകട്ടെ. അപ്പോഴ് മീസാനായാലും ഹിസാബായാലും എന്തൊക്കെ ചെയ്താലും അള്ളാഹുവിന്റെ വിട്ടുവീഴ്ചയും കാരുണ്യവും ഇല്ലെങ്കിൽ പുന്നാര നിമിത്തങ്ങൾ പോലും പറയുകയാണ്, രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അൽ മീസാൻ. അപ്പൊ 3 ഘട്ടങ്ങളുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ആരും ആരെയും ഓർക്കാത്ത ഘട്ടങ്ങൾ 3. അതിലൊന്നാണ് സിറാത്തിന്റെ ഘട്ടം, 2 കിതാബ് വലം കയ്യിലോ മറ്റോ കിട്ടുന്ന സന്ദർഭം, 3 മീസാനിന്റെ ഘട്ടം. നന്മ തിന്മ തൂക്കുമ്പോൾ രക്ഷപ്പെട്ട് കിട്ടുമോ? എങ്ങോട്ടാ തൂക്കുന്നത്
എന്ന് നോക്കി നിൽക്കുന്ന സന്ദർഭം. തുലാസിന്റെ പോക്ക് എങ്ങനെയാണെന്ന് വിലയിരുത്താൻ കഴിയില്ല. ഞാൻ എന്റെ മനസ്സിൽ കാണുന്ന വിഭാവന അനുസരിച്ച് ഞാൻ പ്രസംഗിക്കൂ. അതുപോലെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ ഹഖ്. അള്ളാഹു കണക്കാക്കിയ ആ നന്മതിന്മേൽ തൂക്കുന്ന തുലാസ് ഇൻഷാ അല്ലാഹ് അതതുപോലെ നടക്കും. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, വിചാരണയൊക്കെ ഒരു ഭാഗത്തെത്തി, ഇനി വിചാരണയുടെ അവസാന സമയം മിണ്ടാൻ പാടില്ല. ഹാദാ യൗമ ലാ യംലിഖൂൻ വലാ യുഅ്ദരു ലഹും ഫയഅ്തദിറൂൻ. ഇത് മിണ്ടാൻ പാടില്ലാത്ത ദിവസമാണ്. ഇനി അന്യായം പറയാൻ പാടില്ല. ഞാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പറയാനുള്ളതൊക്കെ പറയാനുള്ള സന്ദർഭം തന്നു. ഇനി മിണ്ടിപ്പോകരുത്. വലാ യുഅ്ദരു ലഹും ഫയഅ്തദിറൂൻ. അവർക്ക് ആവരാതി പറയാനുള്ള സമയവും നിരോധിക്കപ്പെട്ടു. ഇനി ഇതാ നിങ്ങൾ മര്യാദക്ക് അവിടെ നിൽക്കണം. ഹാദാ യൗമുൽ ഫസ്ൽ ജമഅനാകും വൽ അവ്വലീൻ ഫഇൻ കാന ലക്കും കൈദും ഫകീദൂൻ. നരച്ചു പോകൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ശയ്യബത്തിനി സൂറത്തു ഹൂദ്. സൂറത്തു ഹൂദിലെ ഖിയാമത്ത് നാളും പരലോകമുള്ള വിഷയമൊക്കെ കേട്ടിട്ട് എന്റെ മുടി നരച്ചു പോയി സഹാബാക്കളെ. ഞാൻ ബോധക്കേട് പറ്റിപ്പോയി സഹാബാക്കളെ. ബോധക്കേട് പറ്റൂലേ? ഹാദാ യൗമുൽ ഫസ്ൽ. ഇത് സത്യാസത്യ വിവേചനത്തിന്റെ ദിവസമാണ്. ഇത് തീരുമാനത്തിന്റെ ദിവസമാണ്. ജമഅനാകും വൽ അവ്വലീൻ. ആദം മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ ആളുകളെയും നിങ്ങളെയും നാം ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. ഫഇൻ കാന ലക്കും കൈദുൻ ഫകീദൂൻ. എടാ മനുഷ്യവർഗമേ, ജിന്നുവർഗമേ, വല്ല ചതിയോ വല്ല തട്ടിപ്പോ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു നോക്കി. സാധ്യമല്ല. അള്ളാഹു പറയുക, വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തു നോക്കി. അഴിമതി വീരന്മാരെ, വല്ല കൃത്രിമവും ചെയ്യാൻ പറ്റുമോ നോക്കി. സർട്ടിഫിക്കറ്റിന് മാർക്ക് തിരുത്തിയിട്ട് പാസ്സായിട്ടുള്ള ആളുകളെ, വല്ലതും ചെയ്തു നോക്കി. ഫയലുകൾ മുഴുവൻ വലിപ്പിച്ചിട്ട് ശീലമുള്ള ഉദ്യോഗസ്ഥന്മാരെ, നിങ്ങളുടെ ഫയൽ ഒന്ന് വലിപ്പിച്ചു നോക്കി. കളവ് പറഞ്ഞുകൊണ്ട് കോടതിയിൽ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ച വക്കീലന്മാരെ, നിങ്ങളൊന്ന് വാദിച്ചു നോക്കി. വല്ല ചതിയും പ്രയോഗം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കി എന്ന് പറഞ്ഞ് നാവ് അടക്കി വെച്ച ആ സമയം, അന്ത്യനാളിൽ നീതി നിർവഹണത്തിന് വേണ്ടിയുള്ള മീസാനിനെ നാം സ്ഥാപിക്കുന്നതാണ്. ഒരൊറ്റ കുട്ടിക്കും ഒരു അന്യായവും ലഭിക്കുകയില്ല. അണുമണി തൂക്കം, ഒരു ചെറിയ കടുകുമണി അത്രയും ചെറുതാണോ നിങ്ങൾ കൊണ്ടുവന്ന അമല്, നല്ലതാവട്ടെ ചീത്തയാകട്ടെ, അതിവിടെ കാണും. ഞാൻ എപ്പോഴും പറഞ്ഞു പോകലുണ്ട്, കമ്പ്യൂട്ടറൈസ്ഡാണ്. ചെയ്യുന്ന എല്ലാ അമലും കമ്പ്യൂട്ടർ ഇങ്ങനെ കാണിക്കും. അത് കാണാനുള്ള കണ്ണി നമുക്ക് ഇന്നില്ലാഞ്ഞിട്ടല്ലേ. മറിച്ച് നമ്മൾ വേറെ ഇതിലേക്ക് പോകുകയാണെങ്കിൽ, വിമാനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ വിമാനം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. മുമ്പിലേക്ക് നോക്കിയാൽ ഒരു വലിയ ബോർഡ് ഉണ്ടായിരിക്കും. ഓ യാത്രക്കാരെ, നിങ്ങൾ ഇപ്പോൾ പോകുന്നത് ബോംബെയിലേക്ക്. ഇത്ര കിലോമീറ്ററാണ് ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ളത്. ഭൂമിയുടെ സമുദ്രനിരപ്പിൽ നിന്ന് ഇത്ര മീറ്റർ മുകളിൽ, 36,000 മീറ്റർ മുകളിലാണ് ഇപ്പോൾ നാം ഉള്ളത്. പൈലറ്റ് സംസാരിക്കുന്നു ഇടക്കിടക്ക്. നിങ്ങളിപ്പോൾ ഇടത്തോട്ടാണ് പറക്കുന്നത്, പടിഞ്ഞാറോട്ടാണ് പറക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ താഴെ കാണിക്കുന്നത് ഇന്നാലിന്റെ സമുദ്രമാണ്. ഓരോന്നും കമ്പ്യൂട്ടറിൽ തെളിയും വിമാനത്തിൽ പോകുമ്പോൾ. ഇതുപോലെ നമ്മുടെ ജീവിതത്തെ തെളിയാനുള്ള ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. വായിക്കാനുള്ള കണ്ണ് നമുക്കില്ലാത്തതുകൊണ്ടാ മലക്കുകൾ അതിനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ഓരോന്നും അമലുകൾക്കുള്ള മാർക്കൊക്കെ ക്ലിയർ. അതങ്ങോട്ട് ക്ലോസ് ചെയ്തിട്ട് നാളെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി ചെയ്യുന്നത് എന്നാ ഖുർആൻ പറയുന്നത്. എങ്ങനെയാണ്? അല്ലാഹു അലം. അല്ലാഹു എല്ലാം റെഡിയാക്കി. അങ്ങനെ ഒരു കടുകുമണിയുടെ തൂക്കമുള്ള എന്തെങ്കിലും ചെയ്താൽ നന്മയോ തിന്മയോ കൊണ്ടുവരും. അത് വിചാരണ ചെയ്യാനുള്ള എല്ലാ സംവിധാനവും നാം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. തൂക്കങ്ങൾ അന്ന് വളരെ കൃത്യമായിരിക്കും. ഖുർആൻ തൂക്കങ്ങൾ വളരെ കൃത്യമായിട്ട് തൂക്കും. അങ്ങനെ ഓരോരുത്തരുടെ അമലുകളും തൂക്കുമ്പം പരിശുദ്ധ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ കാഫറുകളായവർ, അള്ളാഹുവിനെ കൂടി കാണേണ്ടി വരും പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ, അത്തരം അവിശ്വാസികളും അത്തരം ഈമാനില്ലാത്ത മനുഷ്യന്മാരും മുഴുവൻ അവർ ചെയ്ത എല്ലാം കുളത്തിലായിപ്പോയി, എല്ലാം കലങ്ങിപ്പോയി. അവർ ചിലപ്പോൾ സാമൂഹ്യ പ്രവർത്തനം ചെയ്തിട്ടുണ്ടാകും, അവർ ചിലപ്പം പാവപ്പെട്ടവർക്ക് കഞ്ഞി വാർത്ത് കൊടുത്തിട്ടുണ്ടാകും, അവര് വല്ല ധർമ്മങ്ങളും ചെയ്തിട്ടുണ്ടാകും, മുസ്ലിമീങ്ങളുടെ കൂടെ നോമ്പ് തുറന്നിട്ടുണ്ടാകും, നോമ്പ് നോറ്റിട്ടുണ്ടാകും. അത്തരം അമലുകൾ മുഴുവൻ കാഫിരീങ്ങളുടെ എല്ലാ കർമ്മങ്ങളും ബാത്തുലായിപ്പോയി. അവര് ചെയ്ത ഒരു കാര്യത്തിനും നന്മയ്ക്ക് തൂക്കമില്ല. ആ നന്മ മുഴുവൻ വെറുതെയായി പോകുന്നു. ഈമാൻ എന്ന ബേസ് ഇല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന അടിസ്ഥാന സത്യസാക്ഷ്യം അംഗീകരിക്കാത്തവന്റെ അമലുകൾക്ക് വിലയില്ല. വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. ഖുർആൻ
ഖുർആൻ പറയുകയാണ്, അവർ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും, എത്രയോ നല്ല കാര്യങ്ങളില്ല മറ്റു മതക്കാർ എന്ന് പറയുന്നവരൊക്കെ ചെയ്യുന്നത്, ഞാനത് ഇവിടെ വിശദീകരിക്കുന്നില്ല. സത്യവിശ്വാസികളോടാണ് പ്രസംഗം. പക്ഷെ അവരും ബോധ്യപ്പെടണം, അവരും ചിന്തിക്കണം. അവർ കുറെ ധർമ്മം ചെയ്തു. ഞാൻ വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. റമദാൻ മാസത്തിലെ നോമ്പ് മുസ്ലിമീങ്ങളെക്കാളും താല്പര്യത്തിൽ നോൽക്കുന്നവരും അമുസ്ലിമിന്റെ കഥ. പക്ഷെ ആ നോമ്പിനൊക്കെ വല്ലതും കിട്ടുമോ? പക്ഷെ അവിടെ കൊണ്ടുവരും. അവർ ചെയ്ത എല്ലാ അമലും രംഗത്ത് കൊണ്ടുവരും. എന്നിട്ടോ അത് പറത്തപ്പെട്ട ധൂളികളായി പോയി, അത് പൊടിപടലങ്ങളായി പോയി. ഒരു 5 പൈസക്കും അവിടെ ഉപകാരപ്പെടുകയില്ല അന്നത്തെ ദിവസം. ഖുർആൻ പറയുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ, നന്മയുടെ തൂക്കത്തിന് ഭാരം കൂടിയവർ അവർ വിജയികളാണ്. നന്മയുടെ തൂക്കം കുറഞ്ഞു പോയാൽ അവർ സ്വയം നശിച്ചവരാണ്, അവർ സ്വന്തം നഷ്ടപ്പെടുത്തിയവരാണ്. നന്മയുടെ തൂക്കം മുന്നിൽപ്പെട്ട് കിട്ടിയാൽ രക്ഷപ്പെട്ടു. നന്മയുടെ ഇബാദത്തുകൾ, നന്മയുടെ തട്ട് തൂക്കം കൂടിയവർ, അവരുടെ ജീവിതം സംതൃപ്തദായകമാണ്, സന്തോഷമാണ്. അതല്ല, നന്മയുടെ ഭാഗം തൂക്കം കുറഞ്ഞുപോയി, തിന്മ വർദ്ധിച്ചുപോയി, അവർ ഹാവിയത്ത് എന്ന നരകത്തിലേക്ക് പോകേണ്ടവരാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അന്നത്തെ ദിവസം മനുഷ്യന്മാര് ചുറ്റുപാട് ഓടിക്കളിക്കും അവരുടെ കർമ്മങ്ങളുടെ നിജസ്ഥിതി അറിയാൻ. വാല്യുവേഷൻ കഴിഞ്ഞ ശേഷം റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് വളരെയധികം കണിശപ്പെട്ടുകൊണ്ട് ഓടി നടക്കും അന്നത്തെ മനുഷ്യന്മാർ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, എങ്ങനെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ നോക്കാൻ. ആണുമണി തൂക്കം, നന്മ ചെയ്തവൻ അത് കാണും, തിന്മ ചെയ്തവൻ അത് കാണും. ഇത് സംബന്ധമായി ഖുർആനിൽ പറഞ്ഞതെല്ലാം ഇവിടെ പറഞ്ഞു. വേറെയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ ചുരുക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു സന്തോഷ സമ്മാനം ഞാൻ പറയട്ടെ, അത് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചോ. നന്മയും തിന്മയും തൂക്കുന്ന തുലാസിൽ സത്യവിശ്വാസികളെ നമ്മളെ രക്ഷപ്പെടുത്താൻ വളരെയധികം ഖനം കൂടുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ ഉണ്ട്, ദുനിയാവിലുണ്ട്. അങ്ങനെ ചിലത് കണ്ടാൽ വളരെ ചെറുതായിരിക്കും, തൂക്കം വല്ലാതെ കൂടുതലുണ്ടാവും. അതുപോലെ ഖനം കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷെ വില കൂടുതലുണ്ടാവും. നല്ല കുരുമുളകൊക്കെ അല്ലേ, കുറച്ച് മതി, നല്ല പൈസ കിട്ടും. അതേസമയത്ത് നമ്മൾ പൂളക്കേങ്ങൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ കുറച്ച് പൈസ കിട്ടും. ഇപ്പം പൂളക്കേങ്ങനെ വലിയ വില അല്ലേ. ആയിക്കോട്ടെ, എന്തായാലും നാളെ ആഖിറത്തിലും അങ്ങനെയാ. ചില അമലുകൾക്ക് വല്ലാത്ത തൂക്കം ഉണ്ടാവും. ഒരു ഹദീസിൽ കാണാം, നാളെ ഏറ്റവും കൂടുതൽ നന്മയുടെ ഭാഗത്ത് തൂക്കം നിൽക്കുന്ന ഒരു അമൽ എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുഅ്മിനീങ്ങൾ സത്സ്വഭാവികളാണെങ്കിൽ, സത്സ്വഭാവം പെരുമാറേണ്ടവരോട് പെരുമാറേണ്ടതുപോലെ പെരുമാറുന്നതിനാണ് സത്സ്വഭാവം എന്ന് പറയാ. ഉസ്താദുമാരെ കാണുമ്പോൾ അതുപോലെ, കുട്ടികളെ കാണുമ്പം അവര്, അന്യമതക്കാരെ കാണുമ്പം അവരോട് പെരുമാറേണ്ടതുപോലെ, അതൊക്കെ മര്യാദ വേണം. ആ സത്സ്വഭാവം നിലനിർത്തിയ മുഅ്മിനീങ്ങൾ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചവരുടെയും പകല് മുഴുവൻ നോമ്പ് നോറ്റവരുടെയും സ്ഥാനം അവരുടെ സത്സ്വഭാവത്തിന് അള്ളാഹു കൊടുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് സ്വഭാവം നന്നാക്കിയെടുത്താൽ കുറെ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് തിരുനബി പഠിപ്പിച്ചിട്ടുണ്ട്. വേറൊരു ദിക്ർ റസൂലുള്ള പഠിപ്പിച്ചത് എല്ലാവർക്കും അറിയാം. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ലിർറഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. നന്മയുടെ തുലാസിൽ വളരെ തൂക്കം തൂങ്ങുന്നതാണ്, വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന 2 വചനങ്ങളാണ്. റഹ്മാനായ റബ്ബിന് വളരെ പ്രിയപ്പെട്ട 2 വചനങ്ങളാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. ഒരു ദിക്റെങ്കിലും ഇത്തരം വഅദിലൊക്കെ കാണാതെ പഠിച്ചാൽ നല്ലതാ. ഈ വഅദിൽ ഞാനൊരു ലക്ഷ്യം കണ്ടിട്ടുണ്ട്. എന്താണെന്നറിയോ? പരലോക ജീവിതവുമായി ബന്ധപ്പെടുന്ന ഖുർആൻ ആയത്തുകൾ പരമാവധി ചർച്ചക്കെടുക്കുക. ഇതൊക്കെ ഓതുമ്പോൾ കുറച്ച് തന്റെ ഇടവും ബോധമുള്ളവർക്ക് ഇപ്പോഴാ മനസ്സിലായത് തൂക്കത്തിനെ പറ്റി പറഞ്ഞ ആയത്താമൻ ഏകദേശം ഒക്കെ ഒരു പിടുത്തം കിട്ടിയാൽ നമ്മുടെ വഅദ് ഒരു ക്ലാസിന്റെ ഫലം ചെയ്യും. അല്ലാഹു തആല അവന്റെ യഥാർത്ഥ ഇൽമ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയട്ടെ. അതുകൊണ്ട് നന്മയുടെ തുലാസിൽ തൂക്കം കൂടുന്ന ഒരു ദിക്ർ കാണാതെ പഠിക്കാൻ ഈ വഅദിൽ നമുക്ക് കഴിഞ്ഞു. എല്ലാവർക്കും അറിയാം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. സുജൂദിലും മറ്റും നമുക്ക് നിലനിർത്താൻ പറ്റുന്ന ഒരു ദിക്ർ റസൂലുള്ളാഹി തങ്ങൾ കൂടുതലായി ദുആ ഇറക്കുന്ന ഒരു ദുആ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ. അപ്പൊ ഏതായാലും എങ്ങനെയെങ്കിലും ഒക്കെ നിലനിർത്തുക. ഇവിടുന്ന് വല്ലതും ചെയ്താൽ ഇൻഷാ അല്ലാഹ് അവിടെ കാണും. അതാ അണുമണി തൂക്കം നന്മ ചെയ്തവൻ അത് കാണും. അങ്ങനെ നന്മയും തിന്മയും തൂക്കുന്ന തുലാസ് അല്ലാഹു തആല ഏർപ്പാട് ചെയ്തു.